നിങ്ങളുടെ ജീവിതം വളരെ കഠിനമായിരിക്കാം, പക്ഷേ നിങ്ങളെ നല്ലൊരു പോരാളിയാക്കി മാറ്റുകയാണ് പ്രപഞ്ചം എന്ന് നീ തിരിച്ചറിയണം. നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മളുടെ കൂട്ടത്തിൽ നമ്മുടെ നാശം ആഗ്രഹിച്ച് കൂടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീണു പോയാലും വളരെ ശക്തിയോടുകൂടി തിരിച്ചു വരണം. തിരിച്ചു വരണോടത്താണ് വീഴ്ചയുടെ ആഘാതം എത്ര വലുതായിക്കോട്ടെ. ആഘാതത്തിൻ്റെ നോവുകൾ നമ്മളുടെ വേദന കൂട്ടുകയല്ല വേണ്ടത്. ആഘാതത്തിൽ നമ്മൾ പഠിക്കണം. നമ്മൾ മികച്ച പോരാളിയാവണത് അവിടെയാണ്. നമ്മളുടെ ഈ അവഗണനയും നിന്ദയും പരിഹാസവും അത് കേട്ടിട്ട് മടുപ്പോട് കൂടിയിട്ട് റൂമടച്ച് കരയല്ല വേണ്ടത്. അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ അല്ല വേണ്ടത്. വണ്ടിക്ക് മുമ്പിൽ ചാടി മരിക്കണം എന്നല്ല തോന്നേണ്ടത്. മറിച്ച് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് തിരിച്ച് അവരെ മുമ്പിൽ നിന്നിട്ട് മനസ്സുകൊണ്ടല്ല ചിരിക്കേണ്ടത്, ആ മുഖത്ത് വേണം ആ വെളിച്ചം. ഗംഗാമ്മ അങ്ങനെ ആയിരുന്നു. അപമാനിച്ചവരെ, പരിഹസിച്ചവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഗംഗാമ്മയുടെ ഒരു തിരിച്ചുവരവുണ്ടായത്. ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല, ആരും നല്ലൊരു വാക്ക് പറഞ്ഞ് സാന്ത്വനപ്പെടുത്താനുണ്ടാവില്ല. കാരണം പൊരുതേണ്ടത് നാം ഒറ്റയ്ക്കാണ്. കാരണം നമ്മൾ പോരാളി ഒറ്റയ്ക്കല്ലേ ആയിരുന്നു. നമ്മൾ പൊരുതിയതെല്ലാം കൂട്ടമായിട്ടല്ല. പോരാളികൾ തനിച്ചേ പോരാടൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ കാട്ടിലെ സിംഹത്തിന്? ആ സിംഹം കൂട്ടമായിട്ടാണോ അതിൻ്റെ ഇരയെ തേടുന്നത്? തനിച്ചാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തനിച്ചായാൽ നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾക്ക് കാവൽ മനുഷ്യരല്ല ഉള്ളത്. പ്രപഞ്ചം എന്ന ശക്തമായ ഒരു രക്ഷാകവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചു കൊടുക്കാതെ കാലം ആ കണക്ക് പുസ്തകം മടക്കി വയ്ക്കില്ല. നന്ദി, നമസ്തേ.